ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എഴിഞ്ഞില്ലം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, എഴിഞ്ഞില്ലം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഗജപൂജയും ആനയൂട്ടും കഴിഞ്ഞ ഞായറാഴ്ചയാണ് നടന്നത്. ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയതിൽ ഖേദിക്കുന്നു. മറ്റ് വർക്കുകളുടെ തിരക്ക് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകി. ഗജപൂജയിലും ആനയൂട്ടിലും വാഴപ്പള്ളി മഹാദേവൻ, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, ഓമല്ലൂർ കുട്ടിശങ്കരൻ, കല്ലുത്താഴ ശിവസുന്ദർ, ചുരൂർമഠം രാജശേഖരൻ എന്നീ ആനകൾ പങ്കെടുത്തു. ഇടിഞ്ഞില്ലം ജംഗ്ഷനിൽ നിന്നും വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗജവീരന്മാർക്ക് സ്വീകരണം നൽകി.
ഇത് എഴിഞ്ഞില്ലം ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിലുള്ള ഒരു ശിവക്ഷേത്രമാണ്. അവിടുന്ന് ഗജവീരന്മാർക്ക് മധുരം നൽകുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കൊച്ചു ക്ഷേത്രമാണിത്. അന്തക്കാളൻ മഹാദേവ ക്ഷേത്രം, അങ്ങനെയാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നു. അന്ന് വായിച്ചത് ഓർമ്മ വെച്ച് ഞാൻ പറഞ്ഞതാണ്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൽ കുടികൊള്ളും പൊന്നയ്യപ്പ സ്വാമിയുടെ പുണ്യഭൂമി വീണ്ടും ഒരു ആനയൂട്ടിന് സാക്ഷ്യം വഹിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഈ ചരിത്രഭൂമിയിൽ ഗതപഥ ചലനം സൃഷ്ടിക്കുവാൻ വന്നുചേരും എഴിഞ്ഞില്ലം ആനപ്രേമി സംഘത്തിന്റെ കയ്യും പിടിച്ച് ഗജമലയാളത്തിന്റെ കരുത്തരായ കരിനിര കാലം 2018 ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നെടുത്തൊരു തീരുമാനം ഇന്ന് ഈ നാടിന്റെ ആവേശമായി തുളുമ്പി നിൽക്കുമ്പോൾ കാലത്തോടൊപ്പം എഴിഞ്ഞില്ലം ആനപ്രേമി സംഘത്തിന്റെ ആഘോഷം ആർത്തിരമ്പുമ്പോൾ ഭക്തിസാന്ദ്രമാകുന്ന ഈ കർക്കടക പുലരിയിൽ ദേശനാഥന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും കൂടുവാൻ വീരതാരങ്ങളായി അവതരിക്കുവാൻ ഒരു നാട് മുഴുവനും ഒരേ മനസ്സോടെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഈ ആഘോഷത്തിന് ഇത്തവണ ആവേശം സമ്മാനിച്ചുകൊണ്ട് പത്തനംതിട്ടയുടെ കോടിയുള്ള ഗജരാജൻ ഗജ സാമ്രാട്ട ഓമലൂർ കുട്ടിശങ്കരനും പാലായുടെ മന്ത്രമാറ്റഴകളുടെ കൊമ്പൻ ഗജരാജൻ വേണാട്ടുമറ്റും ഗോപാലൻ കുട്ടിയും തിരുവല്ലയുടെ അഭിമാനമായ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർ മഠം രാജശേഖരനും എഴിഞ്ഞില്ലം ആനയൂട്ടിന്റെ നിത്യ സാന്നിധ്യമായ വാഴപ്പള്ളി മഹാദേവനും അഴകേറും യുവരാജ കില്ലാടി കല്ലൂർ ശിവസുന്ദർ മണി നിരക്കുമ്പോൾ ഈ ആഘോഷം കാണുവാൻ ഏവർക്കും സ്വാഗതം. വീരന്മാരുടെ പാദം പതിയുന്ന വിശ്വാസ ഭൂമിയിൽ കുംഭമാസത്തിലെ ഉത്രമഹോത്സവത്തിനും മണ്ഡലകാല മഹോത്സവത്തിനും പുറമെ കർക്കടക മാസ പുലരിയിൽ ഭക്തിസാന്ദ്രമായി ആനയൂട്ടിന്റെ സുദിനം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ആനയൂട്ടിന്റെ ഭാഗമാകുവാൻ ഓരോ ഭക്ത മനസ്സുകൾക്കും ഹൃദ്യമായ സ്വാഗതം, സുസ്വാഗതം. മാസത്തിന്റെ പുണ്യം നിറയുമ്പോൾ ഗീത എഴിഞ്ഞില്ലം ആനപ്രേമി സംഘം 8ാം വർഷവും ഒരുക്കുന്ന ആനയൂട്ട് കൂടുവാൻ വന്നു ചേരുകയായി.
സഹസ്രകോടി സൂര്യപ്രഭയുമായി തെക്കൻ രാജസിംഹാസനം അലങ്കരിക്കുന്ന ചക്രവർത്തി സാക്ഷാൽ ശ്രീചക്രരാജ പ്രജാപതി ഗജസാമ്രാട്ട് ഓമല്ലൂർ കുട്ടി ശങ്കരൻ എഴുന്നള്ളി നിന്ന് വേദികൾ വനമാലയിൽ സ്വീകരിച്ച സ്വർഗ സിന്ദൂരം ധനിക്കുമറയാകാൻ വലിയ നമ്പിയാസ്വാമിയെ പിടിച്ചില്ല. എഴുന്നില്ലം ശ്രീ ധർമ്മശാസ്താവിന്റെ പുണ്യഭൂമിയിൽ അവതരിക്കുകയാണ് കുട്ടിശങ്കരൻ. ഗജസാമ്രാട്ട് ഓമല്ലൂർ കുട്ടിശങ്കരനും തോൽപ്പിച്ച വീരനായകന്മാർക്ക് സ്ഥാനമൊരുങ്ങുന്ന എഴുന്നില്ലം ശ്രീ ധർമ്മശാസ്താവിന്റെ മണ്ണിലേക്ക് ഇതാ കടന്നു വരികയാണ് അവനും. ഇവൻ കഥകളി പ്രിയനായ തിരുവല്ലാഴത്തപ്പന്റെ അരുവയായ ഒരാൺകുട്ടി വല്ലഭപുരിയുടെ സുന്ദര ഗജരാജൻ കളഭകേസരി ചുരൂർമുഖം രാജശേഖരൻ ാണവൻ. ഏത് ക്ലാസിൽ നടന്നാലും മാറ്റുപോയാത്ത താരമായി മാറി അഴകി നിറയ്ക്കുന്ന സുന്ദര ഗജശ്രേഷ്ഠൻ. പേരുകൊണ്ടും ഗരിമ കൊണ്ടും കേൾവി കേട്ട കൊമ്പന്മാർ നിറയുന്ന തിരുവിതാംകൂറിന്റെ മണ്ണിൽ പാദമൂന്നി നിൽക്കുന്നവൻ. കാണുന്നവരുടെ കണ്ണിലും മനസ്സിലും കരിയഴകിന്റെ കാണാത്ത കാഴ്ചകൾ തീർക്കുവാൻ തീരെ പഠിക്കാത്ത തമ്പുരാൻ അണിനിരക്കാൻ ഒരുങ്ങുന്ന നേരത്തിനാ എഴുന്നില്ല മാനപ്രേമി സംഘത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നെത്തുകയായി പാലായുടെ മണ്ണിൽ നിന്നും ഒരു താരനായകൻ. അതെ, ഇവൻ ഗജമലയാളത്തിന്റെ നെറുകയിലെ തൊടുകുറിയാകുവാൻ മധ്യ കേരളത്തിന്റെ മണിത്തൊണ്ടിൽ നിന്ന് ഉദിച്ചുയർന്ന ഗജരാജൻ ഗജകേസരി വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി. ഇതാ ഇത്തവണ തന്റെ ആവേശം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഉന്നതികളെ സ്വീകരിക്കുവാൻ പ്രിയ സാരഥി ഉപ്പുതറ ശിവുവിന്റെ കൈകൾ പിടിച്ച് അവതരിക്കുകയാണവൻ. ആരെന്ന ചോദ്യത്തെയെല്ലാം നിഷ്പ്രഭമാക്കുവാൻ ആണത്തൻ തന്റെ കയ്യിലുണ്ടെന്ന് തെളിയിച്ചവൻ. പകിട്ടും പ്രൗഢിയും ഇരട്ടിക്കിരട്ടിയാക്കി അരങ്ങുമാടുന്ന അക്ഷരനഗരിയുടെ താരങ്ങളിൽ വേറിട്ട മഹിമകൾ ചൂടിയവൻ. എഴുന്നില്ല മാനപ്രേമി സംഘത്തിന്റെ 8ാം വർഷത്തെ ആഘോഷം പ്രൗഢഗംഭീരമാക്കുവാൻ വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിക്കും കൂട്ടർക്കും സ്വാഗതം. അയ്യപ്പന്റെ മണ്ണിലേക്ക് ഹൃദ്യമായ സ്വാഗതം, സുസ്വാഗതം. നിരക്കുന്ന നേരത്തിൽ ഈതാ വരികയായി മധ്യ കേരളത്തിന്റെ മണ്ണിലെ ഭാവി താരകൻ. ആവേശങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന കോട്ടയം പട്ടണത്തിൽ ചരിത്രം കുറിച്ച് എഴുന്നള്ളുന്നവൻ യുവരാജകേസരി കല്ലൂത്താടെ ശിവസുന്ദർ. തനിക്കുതാൻ പോകുന്ന വേദികളിലേക്ക് താരമായി തന്നെ വഴി നടത്തുവാൻ കൂടെയുള്ള സാരഥി ആസാൻ സതിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് എഴുന്നില്ല മാനപ്രേമി സംഘത്തിനായി കടന്നു വരികയാണ് ശിവസുന്ദർ. അതെ, ഇവൻ പേരും പെരുമയും കേട്ട കോട്ടയം ഗജരവിയുടെ കൊമ്പനായി തീരുവാൻ അഴകിന്റെ ആവനാഴിയുമായി അവതാരം കൊണ്ടവൻ. ആളുകളാണ് നിരക്കുന്ന നേരത്താരവത്തിന്റെ പ്രജാപതി താൻ തന്നെ എന്ന് തെളിയിക്കുവാൻ തീരെ മടിക്കാത്തവൻ. മാരണങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന താരങ്ങൾ അണിയറയിൽ നിറയുമ്പോൾ ഇനിയിതാ എഴുന്നില്ല മാനപ്രേമി സംഘത്തിന്റെ അഭിമാന പൗരുഷം അവതരിക്കുന്ന നേരമായി. അതെ, ഇവൻ പൊടിവീശ പ്രായത്തിൽ പട നയിക്കാൻ ഇറങ്ങി പകിട്ടുള്ള സിംഹാസനം കീഴടക്കിയവൻ. തിരുവാഴപ്പള്ളി തേവരുടെ മണ്ണിലെ അഴകാർന്നൊരു തമ്പുരാൻ കുടി യുവരാജകേസരി വാഴപ്പള്ളി മഹാദേവൻ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാഴപ്പള്ളി മഹാദേവൻ എഴുന്നള്ളിയം ആനയൂട്ടിൻ്റെ നിറ സാന്നിധ്യമാണ്. തുടർച്ചയായി 2ാം വർഷമാണ് ഞാൻ എഴുന്നള്ളിയം ആനയൂട്ട് കാണാൻ വരുന്നത്. കഴിഞ്ഞ വർഷം മഹാദേവനെ ഇരുത്തിയാണ് ഗജപൂജ ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് താമസിച്ചതിനാൽ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി എന്ന ആന വരാൻ ഇത്തിരി വൈകി. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത്തിരി ലേറ്റായിട്ടാണ് ഗജപൂജ നടന്നത്. അതുകൊണ്ട് നിർത്തി തന്നെയാണ് ഗജപൂജ നടത്തിയതൊക്കെ. കുറേ വർഷങ്ങളായി എഴുന്നള്ളിയം ആനയൂട്ടിൽ പങ്കെടുക്കുന്ന വാഴപ്പള്ളി മഹാദേവനായിരുന്നു ഗജപൂജയിൽ മുഖ്യസ്ഥാനം നൽകിയത്. കഴിഞ്ഞ വർഷവും വാഴപ്പള്ളി മഹാദേവനാണ് മുഖ്യ സ്ഥാനം നൽകിയത്. വാഴപ്പള്ളി മഹാദേവൻ ഇപ്പം തുടർച്ചയായിട്ട് കുറച്ച് നാളായി എഴുന്നള്ളിയം ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്.
കഴിഞ്ഞ വർഷത്തെ ആനവീട്ടിൽ വാഴപ്പള്ളി മഹാദേവൻ, കല്ലുത്താഴ ശിവസുന്ദർ, കിരൺ നാരായണൻകുട്ടി, ഹരിപ്പാട് അപ്പു എന്നീ ഗജവീരന്മാരായിരുന്നു പങ്കെടുത്തത്. അതിൽ കിരൺ നാരായണൻകുട്ടി നമ്മളോടൊപ്പം ഇന്നില്ല. ആനയൂട്ടിലും പ്രത്യക്ഷ ഗണപതി പൂജയിലും ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും അയ്യപ്പ വിശ്വാസികളെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ധർമ്മശാസ്താവിന്റെ തിരുനടയിൽ ഭംഗിയായി വർഷങ്ങളായി ആചാരപരമായി നടന്നു വരുന്ന ഈ ആനയൂട്ടില് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ തിരുവല്ല ബഹുമാനപ്പെട്ട MLA വർഗീസ് മാമൻ അവരുകളാണ്. സാറിനെ വളരെ ബഹുമാനത്തോടു കൂടി ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആനയൂട്ടിന് അകമ്പടിയായി മല്ലപ്പള്ളി ബിബിൻ ആൻഡ് പാർട്ടിയുടെ പഞ്ചാരിമേളം ഉണ്ടായിരുന്നു. അതുപോലെ സുഹൃത്തുക്കളെ, യൂട്യൂബിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് പഞ്ചാരിമേളം അതുപോലെയൊക്കെയുള്ള മേളങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്താണെങ്കിൽ പോലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒന്നുകിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ അങ്ങനെയൊക്കെയുള്ള ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കൂടുതലും ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 2-3 തവണ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് ഏറ്റുമാനൂർ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പഞ്ചാരിമേളം ഉൾപ്പെടുത്തിയപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ 2-3 തവണ എനിക്ക് പഞ്ചാരിമേളം ഉൾപ്പെടുത്തിയപ്പോൾ ക്ലെയിം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. പഞ്ചാരിമേളത്തിൻ്റെ സൗണ്ട്, അങ്ങനെയൊക്കെയുള്ള സൗണ്ട്, അതുപോലെ പാട്ടുകൾ ഒക്കെ ഒഴിവാക്കുകയാണ്. കൂടുതലും അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഞാൻ വോയിസ് കൊടുക്കുക അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുകയാണ്. എല്ലാവരും അതിനോട് സഹകരിക്കുക. നേരത്തെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ലായിരുന്നു. 2025 ലാസ്റ്റ് വരെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ലായിരുന്നു. അതുമുതൽ 2025 കഴിഞ്ഞപ്പോൾ മുതലാണ് ഈ പഞ്ചാരിമേളത്തിനൊക്കെ യൂട്യൂബ് ക്ലെയിമും സ്ട്രൈക്കും ഒക്കെ ഏർപ്പെടുത്താൻ തുടങ്ങിയത്.
വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടും എന്നുള്ളതിനാൽ ഞാൻ ഒത്തിരി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടുതൽ ഉൾപ്പെടുത്താമായിരുന്നു, പക്ഷേ ലെങ്ത് നല്ല ഇതായിട്ട് കൂടും. അതിനാൽ ഒത്തിരി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. മറ്റുള്ള ആനകൾക്കും ഗജപൂജ നടത്തുന്ന ചടങ്ങാണിത്. വാഴപ്പള്ളി മഹാദേവനാണ് മുഖ്യ സ്ഥാപനമെങ്കിലും മറ്റുള്ള ആനകളെയും ഗജപൂജയിൽ പൂജിക്കുകയുണ്ടായി. ഗജപൂജ കഴിഞ്ഞ് ചട്ടക്കാർക്കെല്ലാം വസ്ത്രം നൽകുന്ന ചടങ്ങാണിത്. ഗജപൂജ നടത്തിയതും വസ്ത്രങ്ങൾ നൽകുന്നതും ക്ഷേത്രം തന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല. ആനയൂട്ട് ഈ ക്ഷേത്ര കോമ്പൗണ്ടിലല്ല നടക്കുന്നത്. ക്ഷേത്രത്തിനോട് തന്നെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അത് ക്ഷേത്രത്തിന് വക സ്ഥലമാണോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് പഞ്ചായത്ത് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് നടന്നത്. അത് കേൾപ്പിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞത്. ചെയ്യണേ
വെയിറ്റ് ചെയ്ത് കൊടുക്കണേ. ഇത് ചവയ്ക്കും കൂടെ ചെയ്യണം. കൊച്ചു കൊടുത്താൽ മതി. അച്ഛൻ കൊടുക്കട്ടെ. അച്ഛൻ കൊടുക്കണ്ടേ? രാധിക പോയോ? രാധിക പോയോ? രാധിക പോയോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.